എല്ലാവർക്കും നമസ്കാരം. രാവണൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് 10 തലയും 20 കൈകളുമുള്ള ഒരു അസാധാരണമായ മനുഷ്യൻ്റെ രൂപമാണ്. ഇതാണ് രാവണൻ. ഒരു മനുഷ്യന് 10 തലയും 20 കൈകളും ഉണ്ടാകുമോ? സാധാരണ അവസ്ഥയിൽ ഉണ്ടാകുവാൻ ഇടയില്ല. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് കിടക്കുവാൻ സാധിക്കുകയില്ല, ജനങ്ങളുടെ ഇടയിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല, ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. എന്നാൽ നമ്മുടെ രാവണന് 10 തലയും 20 കൈകളുമാണ് എന്നാണ് നാമൊക്കെ കേട്ടിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പ്രതിപാദനനായ വാൽമീകി മഹർഷിയുടെ ഭാവനയാണ്, അല്ലെങ്കിൽ വാൽമീകിയുടെ ഭാവദീപ്തമായ രചന ശൈലിയുടെ ആലങ്കാരികമായ വൈഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്ര ഗംഭീരമായ ഒരു വർണ്ണനയാണ് വാൽമീകി ഇവിടെ രാവണനെ കുറിച്ച് നടത്തിയിട്ടുള്ളത്. 10 തല എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ 10 തല കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തല കൊണ്ട് ചിന്തിക്കുവാൻ സാധിക്കും രാവണന്. അതേപോലെ 20 കൈകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ 2 കൈകൾ കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കും. ഇതാണ് 10 തലയും 20 കൈകളും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ച കഴിവ് കൂടി രാവണനുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പശാസ്ത്രം, വ്യാകരണശാസ്ത്രം, ജ്യോതിഷം. ഇത് പഠിച്ചതിൻ്റെ ഒരു കഴിവാണ് യഥാർത്ഥത്തിൽ 10 തല എന്നതുകൊണ്ട് നാം മനസ്സിലാക്കണം. വാൽമീകിയുടെ ഈ ഗംഭീരമായ വർണ്ണന കൊണ്ട് തന്നെ രാവണനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും പ്രതിപാദനനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത്ര ഗംഭീരമാണ് രാവണൻ. യഥാർത്ഥത്തിൽ ശ്രീരാമനെക്കുറിച്ച് ഇങ്ങനെയൊന്നും വാൽമീകി വർണ്ണിച്ചിട്ടില്ല. ശ്രീരാമനെക്കുറിച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് വാൽമീകി വർണ്ണിച്ചിട്ടുള്ളത്. എന്നാൽ രാവണൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വർണ്ണനയുടെ ഒരു മഹാലോകം അവിടെ തുറന്നു വെക്കുകയാണ് ചെയ്തത്. വിശ്രവസിൻ്റെ മകനായ രാവണൻ വലിയ സംഗീതജ്ഞനാണ്. ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആദ്യമായി ശങ്കരാഭരണം രാഗം പാടിയ വ്യക്തിയാണ് രാവണൻ. അദ്ദേഹം ഒരുപാട് ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നളന്ദയിലും തക്ഷശിലയിലും അദ്ദേഹത്തിൻ്റെ ആയുർവേദ ഗ്രന്ഥങ്ങൾ പഠന വിഷയമായിരുന്നു. വലിയ യോദ്ധാവാണ്. അദ്ദേഹത്തിൻ്റെ ആയുധവിദ്യ, ആയുധപ്രയോഗം അനിതര സാധാരണമായ ഒരു കാര്യമാണ്. അതേപോലെ സുന്ദരനാണ്, ശക്തനാണ്. നിമിഷമാത്ര കൊണ്ട് ചിന്തിക്കുന്ന രൂപമെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ഏത് രൂപമാണോ ചിന്തിക്കുന്നത് ആ രൂപമായി മാറുവാനുള്ള പ്രതിപാദനനാണ് ഈ രാവണൻ. ഒരുപാട് കഴിവുകളുള്ള രാവണൻ. രാവണൻ എന്ന വാക്കിന് സഭ്യപൂർണം, സംസ്കാരപൂർണം, സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വയം ഉയർന്നു നിൽക്കുവാൻ കഴിയുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതേപോലെ രോദിപ്പിക്കുന്നവൻ അഥവാ കരയിപ്പിക്കുന്നവൻ എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് രാവണ ശബ്ദത്തിന്. രാവണൻ യഥാർത്ഥത്തിൽ ഇത് രണ്ടുമാണ്. ഏത് സമൂഹത്തിലും സ്വയം ഉയർന്നു നിൽക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് രാവണൻ. ഒരുപാട് സവിശേഷമായ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഒരു വലിയ ദോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലേറ്റ വലിയൊരു കളങ്കമായിരുന്നു. അർഹതയില്ലാത്തതിനെ കാമിക്കുക, ആഗ്രഹിക്കുക എന്നത്. അർഹതയില്ലാത്തതിനെ കാമിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമ്പൂർണമായ നാശമുണ്ടായത്.
അതിദാനാത് ഹതകർണ അതിലോഭാത് സുയോധന അതികാമാത് ദശഗ്രീവ അതി സർവത്ര വർജയേത്. കർണൻ്റെ വലിയ ദാനശീലം കൊണ്ടാണ് അദ്ദേഹത്തിന് യുദ്ധഭൂമിയിൽ മരിച്ചു വീഴേണ്ടി വന്നത്. വലിയ ലോഭം കൊണ്ട് ദുര്യോധനും വലിയ കാമം കൊണ്ട് ഈ രാവണനും സമ്പൂർണമായ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് രാവണനെ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചാൽ അതിൻ്റെ പേരിൽ സമ്പൂർണമായ നാശം ഉണ്ടാകും എന്ന വലിയൊരു പാഠം ഈ രാവണനിലൂടെ നമുക്ക് പഠിക്കുവാനുണ്ട്. ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.